ഹലോ, നമസ്കാരം. ഇന്ന് നമ്മൾ അലൈൻ മീന ബസാർ ടു കത്താറ വരെയുള്ള ഒരു ചെറിയ ട്രിപ്പാണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. മീന ബസാറിൻ്റെ അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അലൈൻ്റെ വളരെ മനോഹരമായിട്ടുള്ള ചില ഭാഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അലൈനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഇനി ഫുള്ള് ചെയ്യുന്നതായിരിക്കും. അത് അടുത്ത് തന്നെ നമ്മളിത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഖബർസ്ഥാനാണ്. അവിടെ മെയിൻ്റനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇതും കഴിഞ്ഞ് ഇപ്പോൾ അവിടെ സിഗ്നലായി. സിഗ്നലിൽ നിന്നും വിട്ട് നമ്മൾ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. റൈറ്റ് സൈഡിൽ നല്ല മനോഹരമായിട്ടുള്ള പുഷ്പങ്ങളും പച്ചപ്പ് പിടിച്ചിട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അലൈൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. അലൈൻ ഒരു എവിടെ നോക്കിയാലും ഗ്രീൻ കളറാണ്, പച്ച പിടിച്ച ഒരു സ്ഥലമാണ്. ഗൾഫ് രാജ്യങ്ങളാണെങ്കിൽ പോലും എവിടെയും പച്ചപ്പ് കാണുന്നൊരു സ്ഥലമാണ് അലൈൻ. വളരെയധികം പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് അലൈൻ. അപ്പോൾ ഇതാ നമ്മൾ അവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരു റൗണ്ട് അബൌട്ട് വന്നു. നമ്മൾ റൈറ്റ് സൈഡിൽ കാണുന്നത് ഒമാൻ ബോർഡറാണ്. അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര മനോഹരമായിട്ടുള്ള റോഡുകളാണ് ഇവിടെ UAE ഗവൺമെൻറ് അല്ലെങ്കിൽ അബുദാബി അലൈൻ ഒക്കെ ചെയ്തിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ നല്ല വൃത്തിയും വെടുപ്പുള്ള റോഡുകളാണ്. ഇപ്പോൾ അൽ ഒത്തൂബ എന്ന് പറയുന്ന സ്ഥലത്തെ റൗണ്ട് ബോട്ടിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നത് റൗണ്ട് ബോട്ട് അൽ ഒത്തൂബ റൗണ്ട് ബോട്ടിൻ്റെ ഒരു ഇതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീണ്ടും നമ്മൾ ഇവിടുന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തൂബ സ്ട്രീറ്റിൽ കൂടെയാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ വൃത്തിയുള്ള റോഡും വൃത്തിയുള്ള ബിൽഡിങ്ങുകളും അത്രയും നല്ല രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ഗവൺമെൻറ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതാ നമ്മൾ അവിടുന്ന് വീണ്ടും നമ്മൾ ഒത്തോബയിൽ കൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഷെയ്ഖ് ഖലീഫ മസ്ജിദ്, അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ ദൂരെ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടേക്കാണ് ഇപ്പോൾ നമ്മളിങ്ങനെ അടുത്തടുത്ത് വരുന്നത്. ഇപ്പോൾ സിഗ്നലായി. വീണ്ടും നമ്മൾ സിഗ്നലിൽ നിന്ന് കടന്ന് നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തോബയിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ദൂരം നിന്ന് കാണുന്ന അതാണ് ഷെയ്ഖ് ഖലീഫ മോസ്ക്. വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു മോസ്കാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു പള്ളിയാണ് ഷെയ്ഖ് ഖലീഫ മസ്ജിദ്. നമ്മൾ അവിടെ നിന്ന് റൈറ്റിലേക്കാണ് തിരിയുന്നത്. കാരണം നമുക്ക് പോകേണ്ടത് കത്താറ വരെയാണ് നമ്മുടെ യാത്ര. ഒരു ചെറിയ ട്രിപ്പാണ് ഞാൻ പറഞ്ഞു. ഇത് വീണ്ടും ഒരു പള്ളിയാണത്. ഇപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും നമ്മൾ ചെന്നുകൊണ്ടിരിക്കുന്നത്, ഇനി നമുക്ക് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. അവിടെ ഒരു ചെറിയൊരു സിഗ്നലുണ്ട്. ആ സിഗ്നലിൻ്റെ അവിടേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അതെ, ഇത്ര കുറച്ച് തിരക്കുണ്ട് അവിടെ. റെഡ് സിഗ്നലാണ്. കുറച്ച് നേരം നമ്മളവിടെ വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും ലെഫ്റ്റിലേക്ക് നമ്മൾ തിരിയുന്നതായിരിക്കും. പിന്നെ നമ്മൾ പോകുന്നത് കത്താറയിലേക്കാണ്. അലൈൻ്റെ മനോഹരമായിട്ടുള്ള പ്രകൃതി രമണീയമായിട്ടുള്ള ഗൾഫ് രാജ്യമാണെങ്കിലും മരുഭൂമിയാണെന്ന് നമ്മൾ പറയുമെങ്കിലും അലയിൽ നമുക്ക് ടൗണിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ ഒരു മരുഭൂമിയാണെന്ന് തോന്നില്ല. അത്രയും മനോഹരമായിട്ടാണ് ഇവിടുത്തെ ഗവൺമെൻറ്റൊക്കെ ഒരുക്കിയിട്ടുള്ളത്. എവിടെ നോക്കിയാലും പച്ച സീനറികളാണ്. അതായത് പച്ചപ്പ് പിടിച്ചിട്ടുള്ള വളരെ മനോഹരമായ രീതിയിലാണ് എല്ലാം ഒരുക്കി വെച്ചിട്ടുള്ളത്. നമ്മളവിടെ നിന്ന് സിഗ്നലിൽ നമ്മൾ പച്ചക്കത്തി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മളിങ്ങനെ ചെന്ന് കയറുന്നത് ആ സിഗ്നൽ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സിഗ്നൽ കഴിഞ്ഞാൽ പിന്നെ ലെഫ്റ്റ് സൈഡിലൊക്കെ അല്ലെങ്കിൽ പഴയ യൂണിവേഴ്സിറ്റി ആ ഭാഗങ്ങളാണ്. ഇപ്പം നമ്മൾ അവിടെ നിന്ന് റൈറ്റിലേക്കാണ് നമ്മൾ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെ, ഇതാ നമ്മൾ റൈറ്റിലേക്ക് തിരിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള അലയിലെ ഒരു പാർക്കാണത്. സൽമി പാർക്ക് എന്ന് പറയും. ആ പാർക്കിൻ്റെ ഭാഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ വലതു ഭാഗത്ത് കാണുന്നത്. വളരെ ഭംഗിയുള്ള, വളരെ അത്യാവശ്യം സൗകര്യമുള്ള ഒരു പാർക്കാണത്. നമ്മളത് അതിൻ്റെ മേലെ ചെറിയൊരു ബ്രിഡ്ജുണ്ട്. അതിൻ്റെ മേലെ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും റൗണ്ട് അബൌട്ട് വന്നു. ആ റൗണ്ട് അബൌട്ടിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ചെന്ന് കയറുന്നത് കത്താറ പെട്രോൾ പമ്പ്, അങ്ങോട്ടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെയുള്ള യാത്രയാണ് നമ്മളിന്ന്. ഇവിടെ ചെറിയ ട്രിപ്പാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ അലൈനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ, വളരെ മനോഹരമായിട്ടുള്ളൊരു വീഡിയോ നിങ്ങൾക്കായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും.
ഇതൊരു കാത്തിരിക്കുക.